പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. നമസ്കാരം. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യെസ്, അങ്ങനെ സൺഡേ എത്തി. സൺഡേ ആകുമ്പോൾ നമ്മുടെ സ്വർണ്ണവർഷം സ്വർണ്ണമായി വരും എന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്തായാലും സ്വർണ്ണവർഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്വർണം സമ്മാനമായിട്ട് നേടാൻ പറ്റും. അതായത് ഈ ഇരിക്കുന്ന ബോക്സുകൾ കണ്ടില്ലേ, 11 to 70 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങളൊന്നും വിളിച്ച് ചൂസ് ചെയ്യുക. ഞാൻ ചെന്ന് തുറന്നു നോക്കുമ്പോൾ അതിൽ സ്വർണ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നു. മൾട്ടിപ്പിൾ ബോക്സസിൽ സ്വർണ്ണമുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ഈ ഓർണമെന്റ്സ് നോക്കിയേ, നല്ല രസമുള്ള ഡിസൈനാണ്. ഡയമണ്ട്സ് ആണ്, സ്വർണവും ഡയമണ്ട്സും ആണ്. ഇത് നല്ല ഭംഗിയുണ്ട് അല്ലേ? ശരിക്കും നമ്മൾ ഈ പറയുന്ന ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനൊക്കെ ഭയങ്കരമായിട്ട് ചേരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കമ്മൽ, മാച്ചിങ് ആയിട്ടുള്ള കമ്മലുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന ഇതും ഡയമണ്ട്സ് ആണ്, ബാങ്കിളും ഡയമണ്ട്സ് തന്നെയാണ്. മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ഓർണമെൻറ്റ്സ് ഒക്കെ. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ പോത്തീസ് സ്വർണ്ണമഹലിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർണ്ണമഹലിൽ ഇപ്പോൾ ഒരു ഓഫർ നടക്കുന്നുണ്ട്. ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിങ്ങമാകുമ്പോഴേക്കും നമ്മൾ സ്വർണ്ണം വാങ്ങാനുള്ള തിടുക്കമാവും. ആ സമയത്ത് വില കയറാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഇപ്പോഴേ വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വെക്കാം. 1000 rupeesന് 1 പവൻ ബുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ എത്ര പവൻ വേണമെങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിങ്ങം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് വില കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസിനും, വില കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുറഞ്ഞ പ്രൈസിനും വാങ്ങിക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത്രയും നാൾ നിങ്ങൾ ഫോണിലൊക്കെ വിളിച്ചാണ് അല്ലേ നമ്മുടെ സ്വർണ്ണവർഷത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഫ്ലോറിൽ വന്ന് ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണ്? നമ്മുടെ പോത്തീസ് സ്വർണ്ണമഹലിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. അവിടുത്തെ സ്വർണ്ണം അണിഞ്ഞു നിന്നുകൊണ്ട് ഒരു റീൽ എടുക്കുക. റീൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ട് പോത്തീസ് സ്വർണ്ണമഹലിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റീലിന് ലൈക്സ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ ലൈക്സ് ഉള്ള ആളെ ആ വീക്കിൽ നമ്മൾ ഈ ഫ്ലോറിലോട്ട് ക്ഷണിക്കും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. സോ യെസ്, നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങിയാലോ അല്ലേ? ഗെയിമിലോട്ട് കടക്കാം. ആദ്യത്തെ കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, ഹായ്, ഇതാരാണ്? പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. എന്താണ് പേര്? ഹലോ ഹലോ, പേരെന്തായിരുന്നു? സതീശൻ. സതീശൻ, ഓക്കെ. എവിടുന്നാ വിളിക്കുന്നേ? കഴക്കൂട്ടം. ഓക്കെ, എന്താ ചെയ്യുന്നേ? കൂലിപ്പണിയാണ് ചെയ്യുന്നത്. ഓക്കെ ചേട്ടാ, ഏതാണ് നമ്പർ? 70. ഏറ്റവും ലാസ്റ്റ് നമ്പർ ചേട്ടൻ പറഞ്ഞിരിക്കുകയാണ് 70. ഓക്കെ, 70 നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് കോളർ ലാസ്റ്റ് നമ്പർ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ. 70. ദൈവമേ, അയ്യോ സോറി ചേട്ടാ, ഇല്ല കേട്ടോ, 17 ഗോൾഡ് ഇല്ല. എന്തായാലും ഇത്തവണ വിളിച്ചത് ദൈവം കേക്കും. നെക്സ്റ്റ് ടൈം ഉറപ്പായിട്ടും കിട്ടട്ടെ കേട്ടോ. ഓക്കെ ചേട്ടാ, താങ്ക് യു, ബൈ. ഓക്കെ, ശരിക്കും ചേട്ടൻ്റെ മനസ്സിൽ ദൈവത്തിനെ വിളിച്ച ചേട്ടൻ്റെ ശബ്ദത്തിലൂടെ പുറത്ത് വന്നല്ലേ, ദൈവമേ കൃഷ്ണ എന്നൊക്കെ വിളിച്ചിട്ട് ഇത്തവണ കിട്ടിയില്ല. വിഷമിക്കണ്ട, നെക്സ്റ്റ് ടൈം കിട്ടും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോളറിനോട് സംസാരിക്കും. ഹലോ ഹലോ, ഹായ്, ഇതാരാണ്? കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടി, എവിടുന്നാ വിളിക്കുന്നേ? നെയ്യാറ്റിൻകര. വീട്ടിൽ ആരെങ്കിലും ചേട്ടാ? വീട്ടില് 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഞാനും ഉണ്ട്. ആ, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കള് ഒരാള് ദുബായില്, ഒരാള് ടെക്നോ പാർക്കില്. അപ്പൊ ഒരാള് നാട്ടിലുണ്ടല്ലേ? ഒരാള് നാട്ടിലുണ്ട്. ഇന്ന് അവധിയല്ലേ? വീട്ടിലുണ്ടോ? ഇന്ന് അവധിയാണ്. അവധി ആയതുകൊണ്ട് എല്ലാരും വീട്ടിലുണ്ടോ? ഇല്ല, എല്ലാരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടില്. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടാ, ഏതാണ് നമ്പർ? നമ്പർ 14.
14 1413 ആണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. 14 അതെ. 1414 അല്ലേ, 14 ആണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. സോറി 14 അല്ലേ, 14 കേട്ടോ. ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, നോക്കട്ടെ. അയ്യോ ഇല്ലല്ലോ, ശരി, കുഴപ്പമില്ല. സാരമില്ല. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ടൈം വിളിക്കണം ചേട്ടൻ. ഓക്കെ, ബൈ. ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ, കുഴപ്പമില്ല എന്ന് ചേട്ടൻ പറഞ്ഞു അല്ലേ. സോ അങ്ങനെ തന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഇനിയും ട്രൈ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലും അയച്ച് പങ്കെടുക്കാം കേട്ടോ. വാട്സപ്പിൻ്റെ കാര്യം 12:45 വരെയാണ് നമുക്ക് ടൈം ഉള്ളത് അയക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കോൾ ചെയ്ത് പങ്കെടുക്കാൻ പറ്റുന്ന 1 മണി വരെ സമയമുണ്ടെന്നുണ്ടെങ്കിലും വാട്സപ്പിൽ 12:45 വരെ നിങ്ങൾക്ക് സമയമുള്ളൂ. 8086011443 എന്ന നമ്പറിലാണ് വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടത്. പേര്, സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ, ഇത്രയുമാണ് നിങ്ങൾ അയക്കേണ്ടത്. അയച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യും വാട്സപ്പ് വിന്നേഴ്സിനെ. ചില സമയങ്ങളിൽ, ചില പെർട്ടിക്കുലർ ദിവസങ്ങളിൽ ഇടയ്ക്കൊന്നും വിന്നേഴ്സിനെ എടുക്കാറുണ്ട്. പക്ഷെ മോസ്റ്റ്ലി നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് എടുക്കാറ്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് പ്ലാൻ എന്നറിയില്ല. സോ അതുപോലെ നമുക്ക് നോക്കിയിരിക്കാം. എന്തായാലും കോൾ ചെയ്യുന്നത് അപ്പോഴാണ്. നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് പങ്കെടുക്കാം. അടുത്ത കോളിലോട്ട് പോകാം. ഹലോ, ഷോ കട്ടായിപ്പോയി. സാരമില്ല, വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇത്തവണ കട്ടായെങ്കിലും അടുത്ത തവണ കിട്ടും. സോ ട്രൈ ചെയ്യുക, പങ്കെടുക്കുക. നമ്മുടെ ഈ ഒരു സ്വർണ്ണ വർഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പങ്കെടുക്കാം. ഒരു രീതിയിൽ നിങ്ങൾ തല പുകച്ച് കഷ്ടപ്പെട്ട ഒരാവശ്യമില്ല. ഒരു നമ്പർ ചൂസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആ നമ്പർ ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് ഈ ഒരു നിമിഷം അതിനകത്ത് ഗോൾഡ് ഉണ്ട് എന്നിങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചൂസ് ചെയ്യുക. നമ്മുടെ കോളറിലോട്ട് പോകാം. ഹലോ, ആരാണിത്? രേണുക. രേണുക ഏത് നമ്പറാ ചൂസ് ചെയ്യുന്നേ? 23 അല്ലേ? ഓക്കെ ഓക്കെ. എവിടുന്നാ വിളിക്കുന്ന രേണുക? കോഴിക്കോട് നിന്നാണ്. എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫാ. വീട്ടിൽ ആരൊക്കെയുണ്ട്? മോളും ഹസ്ബൻഡും ഉണ്ട് അല്ലേ. മോൾ എന്താ ചെയ്യുന്നേ? 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ. 23 ചൂസ് ചെയ്യാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ല, അങ്ങ് ചൂസ് ചെയ്തു. ഓക്കെ, നമുക്ക് നോക്കാം 23-ല് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കിക്കളയാം. ഓക്കെ, നോക്കട്ടെ. ഓക്കെ, നോക്കാം. രേണുകയ്ക്ക് ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല. അപ്പൊ സോറിന്നോ? സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ. ഓക്കെ, ബൈ. സോ രേണുകയ്ക്ക് കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? അനിതയാണ്. അനിത, ഏതാണ് നമ്പർ? നമ്പർ 62. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നത് ചേച്ചി? നെയ്യാറ്റിങ്കര. വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടില്. അയ്യോ കട്ടായി. പക്ഷെ നമ്പർ പറഞ്ഞു നമ്മളോട് അല്ലേ, 62. എന്തായാലും അനിത ചേച്ചിക്ക് വേണ്ടി 62 ഓപ്പൺ ആക്കുന്നതാണ്. കട്ടായി പോയെങ്കിലും നമുക്ക് നോക്കാം അല്ലേ. 62-ല് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കിക്കളയാം. ലെറ്റ്സ് സീ. അയ്യോ ഇല്ലല്ലോ. സാരമില്ല, 62-ല് ഗോൾഡ് ഇല്ല. എന്തായാലും ആ വിഷമം ഷെയർ ചെയ്യാൻ ചേച്ചി കോളിലും ഇല്ല അല്ലേ. സാരമില്ല, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 62-ൽ ഇത്തവണ നമുക്ക് ഗോൾഡ് ഇല്ല കേട്ടോ. നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യുക, ഉറപ്പായിട്ടും കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 2 3 4 ബോക്സുകളാണ് ഓപ്പൺ ചെയ്തത്. സോ ഇനി നെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ അടുത്ത കോളർ ഉണ്ട്. ഹലോ, ആരാണിത്? ചാലക്കുടി. ലിൻസി, ഏതാണ് നമ്പർ? ഏതാണ്? 25 അല്ലേ. ഓഷോ കട്ടായി പോയല്ലോ. ലിൻസി പേരാമ്പ്രയിൽ നിന്നാണ് വിളിച്ചത്. 25 ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അല്ലേ. 25-ല് ലിൻസിക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കട്ടെ. So let's see 25. അയ്യോ ഇല്ല, സോറി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലിൻസിക്കും ഗോൾഡ് അടിച്ചിട്ടില്ല. നമ്മുടെ 5ാമത്തെ ബോക്സ് 25 അല്ലേ. സോ നമുക്ക് നോക്കാം ഇനി നെക്സ്റ്റ് കോളർ ഏത് നമ്പറാണ് പറയാൻ പോകുന്നത്, സ്വർണം കിട്ടുമോ എന്നൊക്കെ. അപ്പോൾ എല്ലാ സൺഡേയ്സും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇന്ന് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത സൺഡേ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യം. എന്തായാലും നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സജിനി. സജിനി ഏതാണ് നമ്പർ? 21 അല്ലേ. 21 ആണ്. എവിടുന്നാ വിളിക്കുന്നത് സജിനി? ഞങ്ങള് കോഴഞ്ചേരി, പത്തനംതിട്ട. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
വീട്ടിൽ ഹസ്ബൻഡ്, അമ്മ, ചേട്ടൻ, ചേച്ചി, ആ 3 മക്കൾ. 3 മക്കൾ. ഓക്കെ. സജിനിക്കാണോ 3 മക്കള്? അല്ലല്ല, ചേട്ടന് ചേച്ചിക്ക് 2 മക്കള്, എനിക്കൊരു കുഞ്ഞ്. ഒരു കുഞ്ഞ്. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരും ഉണ്ടാവും അല്ലേ? സൺഡേ ഉണ്ട്, വീട്ടിൽ ബഹളമായിരിക്കുമല്ലോ. ആ, എല്ലാരും ഉണ്ട് വീട്ടില്. എല്ലാരും ഉണ്ട്. എത്രാം ക്ലാസ്സിലൊക്കെയാണ് മക്കള്? ഒരാള് 5ലും ഒരാള് 3ലും. 3ലും. മറ്റേയാള്? എന്റെ കുഞ്ഞ് അംഗനവാടിയില്. കുഞ്ഞ് അംഗനവാടിയിൽ. ഓക്കെ ഓക്കെ. യെസ്, 21 അല്ലേ പറഞ്ഞത്? അതെ അതെ. അത് പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ 21 പറയാൻ? എന്റെ ലക്കി നമ്പർ അത്. ലക്കി നമ്പർ ആണല്ലേ? ഓക്കെ. ഇത്തവണ ലക്കി നമ്പർ ലക്ക് കൊണ്ടുവരുമെന്ന് നമുക്ക് നോക്കാം. തുറക്കാണ് 21. ഓക്കെ. അയ്യോ ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം ലക്ക് വരട്ടെ. ഓക്കെ, ബൈ ബൈ. ഓക്കെ. ഓക്കെ, സജിനിക്ക് ഗോൾഡ് അടിച്ചിട്ടില്ല, സാരമില്ല. ലക്കി നമ്പർ എപ്പോഴും ലക്ക് തരണമെന്നില്ല. നെക്സ്റ്റ് ടൈം ചിലപ്പോൾ ലക്ക് കൊണ്ടുവന്നിരിക്കും. അപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒപ്പം വാട്സപ്പിലും അയക്കാൻ മറക്കരുത്. നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? നേരത്തെ വിളിച്ചില്ലേ? യെസ്, ഏതാണ് നമ്പർ? അയ്യോ, വീണ്ടും കട്ടായി. എന്തായാലും വീണ്ടും കട്ടായിരിക്കുകയാണ്, സാരമില്ല. കീപ്പ് ഓൺ ട്രൈയിങ്. അതുപോലെ തന്നെ വാട്സപ്പിൽ അയക്കാൻ മറക്കരുത് കേട്ടോ. വാട്സപ്പിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്രയും പറയുക, ഇത്രയും അയക്കുക. ഒറ്റ തവണ മാത്രമേ വാട്സപ്പിൽ അയക്കാവുള്ളൂ. ഒരുപാട് തവണ അയച്ചിട്ട് കാര്യമില്ല. നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ, ഇതാരാണ്? ഹലോ ഹലോ, പേരെന്താണ്? ദേവികൃഷ്ണ. ദേവികൃഷ്ണ, നമ്പർ എത്രയാണ്? 22. 22. ഓക്കെ. ദേവികൃഷ്ണ എത്രാം ക്ലാസ്സിലാ? 4. 4. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള ദേവികൃഷ്ണ അല്ലേ? അയ്യോ, ദേവികൃഷ്ണന്റെ സൗണ്ട് കേട്ട് കൊതി തീർന്നില്ല. അതിന് മുന്നേ കട്ടായി പോയി. അപ്പോൾ നമുക്ക് 22 ഓപ്പൺ ആക്കി നോക്കാം. ദേവികൃഷ്ണ പറഞ്ഞ നമ്പർ. യെസ്, 22ൽ ഉണ്ടോ? അയ്യോ ഇല്ല, ദേവികൃഷ്ണയ്ക്കും കിട്ടിയിട്ടില്ല. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 20s നമ്പേഴ്സ് ശരിക്കും ഒരുപാട് ഇങ്ങനെ എടുത്തെടുത്ത് പോകുന്നുണ്ട്. ഇന്ന് 20 ആണ് ട്രെൻഡ് എന്ന് തോന്നുന്നു. എന്തായാലും ഇങ്ങനെ കോള് വരുന്ന വഴിക്ക് ഒരുപാട് കോൾസ് വരുന്നതുകൊണ്ടാണ് പെട്ടെന്ന് കട്ടായി പോകുന്നത്. അപ്പോൾ നിങ്ങൾ കോള് കണക്റ്റ് ആയി കഴിഞ്ഞാൽ, എന്നോട് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പേരും നമ്പറും പെട്ടെന്ന് പറയാം കേട്ടോ. നമുക്ക് അടുത്ത കോളറിലോട്ട് പോകാം. ഹലോ ഹലോ, ഇതാരാണ്? പാലക്കാട് നിന്നാണ്. പേര്? സജി. സജി, നമ്പർ ഏതാണ്? 9744. അയ്യോ, ആ ഫോൺ നമ്പർ അല്ല, നമ്പർ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ. 33. ഓക്കെ. സജി പാലക്കാട് നിന്നല്ലേ വിളിക്കുന്നേ? അതെ അതെ അതെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഞാൻ, അച്ഛൻ, അമ്മ. അച്ഛനും അമ്മയും സജി അല്ലേ? സജി എന്താ ചെയ്യുന്നേ? ഞാൻ വുഡ് വർക്കാണ്. വുഡ് വർക്ക്. അതെ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തിന്റെ വർക്കാ വുഡിന്റെ ചെയ്യുന്നേ? വുഡിന്റെ ബിൽഡിംഗ് വർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലേ? ഓക്കെ. ഇന്ന് വർക്കില്ല? ഇല്ല, ഇന്ന് ലീവാണ്. ഇന്ന് ലീവാണ്. ഓക്കെ. 33 എന്തുകൊണ്ടാണ് പറഞ്ഞത്? ആ നമ്പറിനോട് എന്താണ് ഇത്ര ഇഷ്ടം? ജസ്റ്റ് ഒന്ന് നോക്കാന്ന് മാത്രം. ഓക്കെ. 33 ആണ് ഇന്ന് നല്ലതെന്ന് തോന്നി, പറഞ്ഞു. നോക്കാം നമുക്ക്. അതെ, യെസ്. 33ൽ സജിക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കിക്കളയാം. ലെറ്റ്സ് സീ. അയ്യോ ഇല്ല. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. സോ യെസ്, നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാല്ലേ പെട്ടെന്ന്. ഹലോ ഹലോ, ഹായ്, ഇതാരാണ്? ഞാൻ ജെനിഷ. ജെനിഷ, ഏതാണ് നമ്പർ? നമ്പർ 65. 65 അല്ലേ? ജെനിഷ എവിടുന്നാ വിളിക്കുന്നേ? 55 അല്ലേ? ഓക്കെ. ജെനിഷ എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ മേലൂർ. തലശ്ശേരി. ഓക്കെ ഓക്കെ. എന്താ ചെയ്യുന്നത് ജെനിഷ? ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. PSC പഠിക്കുന്നു അല്ലേ? ഓക്കെ. യെസ്. അപ്പൊ ടെസ്റ്റ് ഒക്കെ എഴുതുന്നുണ്ടോ? ഇപ്പോ എഴുതുന്നുണ്ട്. ഓക്കെ. എന്താണ് പഠിച്ചതൊക്കെ? ഞാൻ ഡിപ്ലോമയാണ് ചെയ്തത്. ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട് ജെനിഷയുടെ? വീട്ടില് മോനും അമ്മയും. ഹസ്ബൻഡ് ഗൾഫിലാണ്. അപ്പൊ മോൻ എത്രാം ക്ലാസ്സിലാ? മോൻ 5th. ഓക്കെ. ആളുണ്ടോ അടുത്ത്? ഇല്ല, ട്യൂഷന് പോയി. ഓക്കെ. സോ നമുക്ക് തുറന്നു നോക്കാം അല്ലെ? 55ൽ ഗോൾഡ് ഉണ്ടോ നോക്കിക്കളയാം. നോക്കട്ടെ. 55 ഗോൾഡ് ഉണ്ടോ? 55. ലെറ്റ്സ് സീ. അയ്യോ ഇല്ല.
55 ഗോൾഡ് ഇല്ല കേട്ടോ. ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച്. ബൈ. സോ ഇതുവരെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ആർക്കും സ്വർണം കിട്ടിയിട്ടില്ല. കാര്യം ഒരുപാട് ബോക്സ് ഇനി ഓപ്പൺ ആക്കാനുണ്ട്. പെട്ടെന്ന് വിളിക്കുക, ഒപ്പം വാട്സപ്പിലും പങ്കെടുക്കുക. അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? തന്മയ. എന്താണ് പേര്? തന്മയ. തന്മയ. ഏതാണ് നമ്പർ തന്മയ? 33. 33 ഓൾറെഡി പോയി. ആണോ? ആ, എന്നാലും 50. 32. 32. ഓക്കെ, നമ്പർ മാറ്റി മറിച്ചൊക്കെ പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞ നമ്പർ 32 ആണ്. തന്മയാണ് വിളിച്ചത്. ഓക്കെ, തന്മയ പറഞ്ഞ നമ്പർ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ? 32ൽ ഇനി ഗോൾഡ് ഉണ്ടോ എന്നറിയണമല്ലോ അല്ലേ? ലെറ്റ്സ് സീ, ഗോൾഡ് ഉണ്ടോ 32ൽ? അയ്യോ ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ. അയ്യോ, കോളർ കട്ടായി പോയി. സാരമില്ല, നിങ്ങൾ കീപ്പ് ഓൺ ട്രൈയും. കാര്യം ഒരുപാട് കോൾസ് വരുന്നത് കൊണ്ട് ഇങ്ങനെ കോൾ ഡ്രോപ്പായി പോകുന്നുണ്ട്. അപ്പോൾ വിഷമിക്കേണ്ട, വീണ്ടും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കണക്റ്റ് ആകും. പെട്ടെന്ന് തന്നെ നിങ്ങൾ പേരും നമ്പറും പറയുക. അത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണ്. സോ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? ലിഷ. ലിഷ്ന. ഏതാണ് നമ്പർ? ലിഷ. ലിഷ. 14. എത്രയാണ്? 16 ആണ്. ലിഷ എവിടുന്നാ വിളിക്കുന്നേ? പൂജപ്പുര. പൂജപ്പുര. ഓക്കെ, എന്താ ചെയ്യുന്ന ലിഷ? ഞാൻ അംഗൻവാടി ഹെൽപ്പർ. അംഗനവാടിയിൽ വർക്ക് ചെയ്യാണ് അല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് മോളും ചേട്ടനും. ആഹാ, ഇന്ന് എന്താണ് സൺഡേ പരിപാടി? പ്രത്യേകിച്ചൊന്നും പരിപാടിയില്ല. പ്രത്യേകിച്ചൊന്നും പരിപാടി ഇല്ല. മഴയുണ്ടോ? ഇവിടെ ഇപ്പം വെയിലുണ്ട്. മഴ കുറവാണ്. ഓക്കെ, അപ്പൊ ലിഷ പറഞ്ഞ നമ്പർ 16 അല്ലേ? 16 നമുക്ക് ഓപ്പൺ ആക്കാം. ഓക്കെ, നോക്കട്ടെ 16ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല കേട്ടോ ലിഷ. കുഴപ്പമില്ല. ഓക്കെ, സാരമില്ല. താങ്ക് യു. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ബൈ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിഷയ്ക്കും കിട്ടിയില്ല. ഇതുവരെ ആർക്കും ഗോൾഡ് അടിച്ചിട്ടില്ല. അപ്പോൾ ഇനി വിളിക്കുന്നവർക്കാണ് ഗോൾഡ് അടിക്കാനുള്ള ചാൻസ് കൂടുതലുള്ളത്. എന്തായാലും നമുക്ക് ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരാം. ഇനി സ്വർണ്ണ വർഷത്തിൽ ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. വെൽക്കം ബാക്ക് ടു പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. സോ യെസ്, നമ്മുടെ സ്വർണ്ണവർഷത്തിൽ ഒരുപാട് ബോക്സസ് ഇനി ഓപ്പൺ ആക്കാനുണ്ട്. എത്രയും പെട്ടെന്ന് വിളിക്കുക, വാട്സപ്പിലും ഒക്കെ അയക്കുക, നമ്പർ ചൂസ് ചെയ്യുക, സ്വർണ്ണം നേടുക. അതിനോടൊപ്പം തന്നെ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഓർണമെന്റ്സിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർണമെന്റ്സ് ആണ്. ഈ ഒരു ഡയമണ്ട്സ് ആണ്. വൈറ്റ് സ്റ്റോൺസും അതുപോലെ ബേബി പിങ്കിൻ്റെ സ്റ്റോൺസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് മാച്ചായിട്ട് ഇയറിംഗ് ആണ് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഭയങ്കര രസമുണ്ട് കാണാൻ. അതുപോലെ തന്നെ ബാങ്കിൾ നല്ല രസമുണ്ടല്ലേ ഈ ഡിസൈൻ എല്ലാം. ഇതൊക്കെ ഡയമണ്ടും ഗോൾഡും ആണ്. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ സ്വർണ്ണമഹലിൽ നിന്നാണ്. അപ്പോൾ സ്വർണ്ണമഹലിൽ ഇപ്പോൾ നടക്കുന്ന ഓഫർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിങ്ങമാസം നമ്മളെല്ലാവരും ഗോൾഡ് എടുക്കും. കല്യാണം വരാറുണ്ട് അല്ലേ? നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് സ്വർണ്ണം എടുക്കാറുണ്ട്. അപ്പോൾ സ്വർണ്ണം എടുക്കാൻ നിങ്ങൾക്ക് ഓഫറുണ്ട്. ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒരു 1000 റുപ്പീസിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക്, അതായത് പവന് 1000 റുപ്പീസിന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് ഇൻ കേസ് സ്വർണ്ണത്തിന് വില കൂടിയാലും ഈ കുറഞ്ഞ ഇപ്പോഴുള്ള വിലയ്ക്ക് നമുക്ക് കിട്ടും. ഇൻ കേസ് കുറഞ്ഞാൽ ആ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. അതൊക്കെയാണ് ഓഫർ. അത് മാത്രമല്ല ഒരു കാര്യമുള്ളത്, ഇത്രയും നാൾ നിങ്ങൾ ഫോണിലൂടെയും വാട്സപ്പിലൂടെയൊക്കെയാണ് സ്വർണ്ണവർഷത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ നിങ്ങളിൽ ഒരു ഭാഗ്യശാലിക്ക് ഇവിടെ ഡയറക്റ്റായി വന്ന് പങ്കെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർണ്ണമഹലിൽ പോകുക, അവിടുത്തെ സ്വർണ്ണം അണിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ എടുക്കുക, ഒരു റീൽ എടുക്കുക, അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക, കൂട്ടത്തിൽ പോത്തീസ് സ്വർണ്ണമഹലിനെയും കൂടെ മെൻഷൻ ചെയ്യുക.
അങ്ങനെ മെൻഷൻ ചെയ്യുന്ന വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ഉള്ളവർക്കാണ് ഇത് ഇവിടെ എത്താൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട. ഇവിടെ വന്ന് ഡയറക്റ്റ് ആയിട്ട് വന്ന് ഈ ബോക്സ് തുറന്ന് നോക്കാം. സ്വർണ്ണം ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ, ഹായ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, മിണ്ടുന്നില്ല. ഹലോ, ഹായ്. കോള് കണക്ട് ആയില്ലേ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, നമസ്കാരം. ഓക്കെ, എന്തായാലും കേൾക്കാതെ എനിക്കൊന്ന് വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് എന്തോ ടി വി ഒക്കെ നോക്കി അങ്ങനെ നിന്നുപോയി എന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് നമുക്ക് പോകാം. ഹലോ ഹലോ, ഹായ്, ഇതാരാണ്? തൃശ്ശൂരിൽ നിന്നാണ്. ഓക്കെ, ഏതാണ് പേരെന്താണ്? പേര് ശശിധരൻ. ശശിധരൻ, ഏതാണ് നമ്പർ? പെട്ടെന്ന് പറയൂ. 31 31 അല്ലേ നമ്പർ? ഓക്കെ, ശശിധരൻ ചേട്ടാ എവിടെ നിന്നാണ് വിളിക്കുന്നത്? തൃശ്ശൂർ കോട്ടപ്പുറം. ആഹാ, വീട്ടിൽ ആരൊക്കെയുള്ളത്? വീട്ടില് വൈഫ് ഉണ്ട്. ആ, വൈഫ് അടുത്തുണ്ട്, എനിക്ക് ശബ്ദം കേൾക്കാം. പേരെന്താണ്? ഞങ്ങള് പാട്ട് പാടുന്ന ആൾക്കാരാ. എന്താ? ഞങ്ങള് പാട്ട് പാടുന്ന ആൾക്കാരാ. യെസ്, ഗോട്ട് ഇറ്റ് ഗോട്ട് ഇറ്റ്. ആളാരാന്ന് മനസ്സിലായി. ഓക്കെ, എല്ലാ സൺഡേസും കാണാറുണ്ടോ സ്വർണ്ണവർഷം? കാണാറുണ്ട്. കാണാറുണ്ട്. ഫുഡൊക്കെ കഴിഞ്ഞോ? സമയമായിട്ടില്ല, സമയമാകുന്നേ ഉള്ളൂ. ഓക്കെ, ഇന്ന് എന്താണ് സൺഡേ പരിപാടി? ഇന്നിപ്പോ സൺഡേ പരിപാടി മഴ കാരണം എവിടെ പോകണമെന്നില്ല. ഇവിടെ പോകാൻ പറ്റാതിരിക്കുക അല്ലേ? ഓക്കെ, എന്തായാലും ഇന്ന് സ്വർണ്ണം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മഴയത്തും പുറത്തു പോകും. ഓക്കെ 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 ഓക്കെ. 31 നമുക്ക് തുറന്ന് നോക്കാം. ഗോൾഡ് ഉണ്ടോ നോക്കാം. നോക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് സീ. ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, യെസ്, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ളതാണ്. നമുക്ക് നല്ല പാട്ടൊക്കെ പാടിത്തരാറുള്ളതാണ്. ഇന്ന് പാട്ട് പാടാൻ ചോദിക്കാൻ മറന്നുപോയി. എന്തായാലും നെക്സ്റ്റ് ടൈം ആവട്ടെ. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വാട്സപ്പിലും അയക്കുക. 8086011443 എന്ന നമ്പറിലോട്ടാണ് അയക്കേണ്ടത്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ, ഇത്രയും അയക്കുക. ഇത് എപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 12:45 ശേഷമാണ് കൂടുതൽ ഓപ്പൺ ചെയ്യാറ്. നമ്മുടെ അടുത്ത കോളറിലോട്ട് പോകാം. ഹലോ, ഹായ്. ഹായ്, പേരെന്താണ്? വിശ്വനാഥ്, പാലക്കാട്. വിശ്വനാഥ്, ഏതാണ് നമ്പർ? 8848. അയ്യോ, ഫോൺ നമ്പർ അല്ല, ചൂസ് ചെയ്യുന്ന നമ്പർ. 44. ഓക്കെ, വിശ്വനാഥ് എവിടുന്നാ വിളിക്കുന്നത്? അയ്യോ, കട്ടായി പോയി. സാരമല്ല, നമ്മുടെ നമ്പർ ഇവിടെ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം വിശ്വനാഥിന് ഗോൾഡ് ഉണ്ടോ എന്ന്. ഓക്കെ, ലെറ്റ്സ് സീ. 44 ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ല. വിശ്വനാഥനും ഗോൾഡ് അടിച്ചിട്ടില്ല. അപ്പം ഇതുവരെ വിളിച്ച ആർക്കും ഗോൾഡ് അടിച്ചിട്ടില്ല. ഇനി ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇഷ്ടംപോലെ നമ്പേഴ്സ് ബാക്കിയുണ്ട്. ഇത് കറക്റ്റായിട്ട് ചൂസ് ചെയ്യുന്നവർക്ക് സ്വർണ്ണം അടിക്കും. ഓക്കെ, അതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പിൽ അയക്കാൻ മറക്കരുത്. 12:45 വരെയാണ് നിങ്ങൾക്ക് വാട്സപ്പിൽ അയക്കാനുള്ള ഒരു അവസരമുള്ളത്. നിങ്ങൾ ഒരു തവണ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വാട്സപ്പിൽ ഒരു തവണ അയക്കുക. പക്ഷേ വാട്സപ്പിൽ ഒരൊറ്റ തവണ അയക്കാവുള്ളൂ. ഒരുപാട് തവണ അയച്ചു കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ആവും. അതുകൊണ്ട് അത് നിങ്ങൾക്ക് വെറുതെയാണ്. ചില ആൾക്കാർ ചുമ്മാ അയച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അതൊന്നും കാര്യമാക്കില്ല. ഒറ്റ തവണ അയച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വിന്നർ ആവാൻ പറ്റത്തുള്ളൂ. അതുപോലെ വിളിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഉടനടി തുറക്കും. മറ്റേത് ചിലപ്പോൾ ചില കേസുകളിൽ മാത്രമേ ഞങ്ങൾ ഇടയ്ക്ക് തുറക്കാറുള്ളൂ. കൂടുതലും ലാസ്റ്റാണ് തുറക്കുന്നത്. യെസ്, ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് നമ്മുടെ വാനമ്പാടി അല്ലേ, കേരളത്തിൻ്റെ വാനമ്പാടി ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് ഇന്നത്തെ ദിവസം. നമുക്ക് എല്ലാവർക്കും ചിത്ര ചേച്ചിയുടെ സോങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം ചേച്ചിക്ക് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ. ഈ ഒരു എപ്പിസോഡ് തന്നെ ചേച്ചിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ചേച്ചി കാണുന്നുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോകാം. ഹലോ, ഹലോ, ആരാണിത്? ഞാൻ സ്വപ്നയാണ്, പാലക്കാട്. ഏതാണ് നമ്പർ? നമ്പർ 66. ഓക്കെ, സ്വപ്ന എന്താ ചെയ്യുന്നേ? ഞാൻ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. വിളിച്ചിട്ടുണ്ടോ ഓൾറെഡി ഒരു വട്ടം? ഇന്നാണോ വിളിച്ചത്? ഇന്നല്ലല്ലോ, ഇന്ന് മുന്നേ. അല്ലല്ല, ഒരു 3-4 ആഴ്ച മുമ്പ്. ആഹാ, സ്വർണം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. സ്വർണം കിട്ടിയിട്ടില്ല അല്ലേ? ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് വിളിക്കുന്നത് അല്ലേ? അതെ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുള്ളത് സ്വപ്ന? വീട്ടില് ഹസ്ബൻഡ്, മോന്, അമ്മ. പിന്നെ ഓക്കെ, മോന് എത്ര ക്ലാസ്സിലാ? മോന് ഇപ്പൊ അംഗൻവാടി പോകുന്നേ 3.5 വയസ്സായി. 3.5 വയസ്സായി. വർക്ക് ചെയ്യുന്നുണ്ടോ സ്വപ്ന? ഇല്ല. ഹസ്ബൻഡോ? ഹസ്ബൻഡ് ഡ്രൈവറാണ്. ഓക്കെ, ഇന്ന് പോയോ ഹസ്ബൻഡ്? വർക്കുണ്ടോ ഇന്ന്? പോയി. എല്ലാ സൺഡേസും ഉണ്ടോ വർക്ക്? ഓട്ടോയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനാണല്ലോ നമ്മൾ പോകുന്നത് അല്ലേ? ഓക്കെ. അപ്പോ യെസ്, 66 അല്ലേ? നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം.
ആ നോക്കാം. ഓക്കെ 66-ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കിക്കളയാം. ഓക്കെ ലെറ്റ്സ് സീ 66. അയ്യോ ഇല്ല കേട്ടോ. ഇല്ല, സാരില്ല. സാരമില്ല. ഓക്കെ താങ്ക് യു, ടാറ്റാ. താങ്ക് യു ബൈ. സ്വപ്ന ഇതിന് മുന്നേ വിളിച്ചിട്ടുണ്ട്. ഇത്തവണ രണ്ടാമത്തെ കോളിൽ കിട്ടിയിട്ടില്ല. സാരമില്ല, വിഷമിക്കേണ്ട. ഇനിയിപ്പോൾ ചിലപ്പോൾ തേർഡ് ടൈം ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. സോ കീപ്പ് ഓൺ ട്രൈയിങ്. അതിനോടൊപ്പം തന്നെ വാട്സപ്പിലും കൂടെ അയക്കാൻ മറക്കരുത് കേട്ടോ. 8086011443 എന്നതാണ് നമ്മുടെ നമ്പർ. ആ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് മാത്രമേ അയക്കാവുള്ളൂ. വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അതിൽ വിളിക്കുക. നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ ഹലോ ഹായ് ഹായ്, ഹായ് ഇതാരാണ്? ഞാൻ അനീഷ്. അനീഷ്, നമ്പർ ഏതാണ്? നമ്പർ 60. 60. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നത് അനീഷ്? ഓക്കെ, അനീഷിന്റെ കോൾ കട്ടായെങ്കിലും നമ്പർ ഇവിടെ സേഫ് ആണ്. 60 നമുക്ക് അനീഷിന് വേണ്ടി ഓപ്പൺ ചെയ്യാം. സോ യെസ്, 60-ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കിക്കളയാം അല്ലേ? 60-ൽ ഗോൾഡ് ഉണ്ടോ അനീഷിന്? അനീഷ് കാണുന്നുണ്ടോ? ഞാൻ ഇവിടെ ഓപ്പൺ ആക്കുന്നുണ്ട് കേട്ടോ. 60. അയ്യോ ഇല്ല കേട്ടോ അനീഷ്. അപ്പോൾ സ്വർണ്ണം അടിച്ചിട്ടില്ല. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. നിങ്ങൾ പല ആൾക്കാരും വിചാരിക്കുമായിരിക്കും കോൾ കട്ടായിട്ട് പിന്നെ സ്വർണ്ണം കിട്ടി എങ്ങനെ വിളിക്കുന്നൊക്കെ. നിങ്ങളുടെ നമ്പർ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് വിളിച്ച് നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടുള്ള ടെൻഷനൊന്നും വേണ്ട. സോ അതിനോടൊപ്പം തന്നെ വാട്സപ്പിൽ അയക്കാൻ മറക്കരുത്. 8086114443 എന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, വാട്സപ്പ് മെസ്സേജ് അയക്കാം. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, അതുപോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ലക്കി നമ്പർ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ ഏത് ദിവസമാണെന്നുണ്ടെങ്കിൽ അത് പറയാം, ആനിവേഴ്സറി ഡേ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെഷ്യൽ ഡേ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പർ പറയാം, ഇല്ലെങ്കിൽ ഡേ ആവണമെന്നില്ല, സ്പെഷ്യൽ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറയാം. എന്താണെന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ്, നിങ്ങളുടെ കയ്യിലാണ്. നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ, ആരാണിത്? ആഹാ, പേരെന്താണ്? അയ്യോ സ്ഥലം മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ വിളിച്ച ഉടൻ തന്നെ പെട്ടെന്ന് പേരും ആ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പറും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് കോൾ ഡ്രോപ്പ് ആയാലും ഒരു സീനും ഇല്ല, നമുക്ക് നമ്പർ ഓപ്പൺ ചെയ്യാമല്ലോ അല്ലേ? അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഇങ്ങനെ സ്ഥലമൊക്കെ നമുക്ക് പിന്നെ പറയാം, ഞാൻ എന്തായാലും ഞാൻ ചോദിക്കുമല്ലോ. പേരും ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പറും ആദ്യം തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ഓക്കെ, സോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കോൾസ് വരുമ്പോൾ ഇങ്ങനെ കോൾ ഡ്രോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സേഫ്റ്റി മെഷർ ആദ്യം എടുക്കുന്നത്. എങ്ങനെ? പേര്, നിങ്ങളുടെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ, ഇത്രയും പെട്ടെന്ന് പറയുക. പിന്നെ ഇപ്പോൾ കട്ടായവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കീപ്പ് ഓൺ ട്രൈയിങ്. ചിലപ്പോൾ കോൾ കണക്റ്റ് ആകും, നിങ്ങൾക്ക് തിരിച്ച് നമ്പർ പറയാൻ പറ്റും. സോ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന പോലെ നമ്പേഴ്സ് ഒന്ന് കുറച്ച് വൈസായിട്ട് ചൂസ് ചെയ്താൽ മതി, സ്വർണം കിട്ടും. പിന്നെ ഈ കാണുന്ന ബോക്സുകളിൽ ഒരെണ്ണത്തിലേ സ്വർണ്ണം ഉള്ളൂ എന്നൊക്കെ ചിന്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധാരണയാണ്. മൾട്ടിപ്പിൾ ബോക്സുകളിലാണ് സ്വർണ്ണം ഉള്ളത്. അപ്പോൾ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കീപ്പ് ഓൺ ട്രൈയിങ്. ഇന്നത്തെ ദിവസം സൺഡേ ആണ്. നമ്മളെ മെജോറിറ്റി ആൾക്കാരും വെറുതെ ഇരിക്കുകയാണ് വീട്ടിൽ. ശരിക്കും സൺഡേസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അടിച്ചു വിളിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് ക്ലീനിങ് ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കുക. ഇതിന് മൂന്നിനുമാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇതുപോലെ തന്നെ പലതും പ്ലാൻ ചെയ്യും. സൺഡേ ക്ലീൻ ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം, അല്ലെങ്കിൽ പുറത്ത് പോകാം. അവസാനം അറ്റ് ദ എൻഡ് നമ്മൾ റെസ്റ്റിംഗ് ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത്. അടുത്ത കോളിലോട്ട് പോകാം. ഹലോ ഇതാരാണ്? പേരെന്താണ്? പേര് ബിജു. ഏതാണ് നമ്പർ? 13. ബിജു എന്നല്ലേ പേര്? ഓക്കെ, ബിജു എന്താ ചെയ്യുന്നേ? ഓക്കെ, ബിജുവിന്റെ നമ്പർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 13. ഓക്കെ, 13 നമ്പർ. ലെറ്റ്സ് സീ 13-ൽ ബിജുവിന് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കളയാം. ഓക്കെ, നോക്കട്ടെ. അയ്യോ ഇല്ല കേട്ടോ. സാരമില്ല, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്വർണം കിട്ടിയിട്ടില്ല, വിഷമിക്കരുത്. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. എന്തായാലും നമ്പർ പറയാൻ പറ്റിയത് കൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയല്ലേ? നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ ഇതാരാണ്? പേരെന്താണ്? എന്താണ് പേര്? അസ്മാൻ. ഏതാണ് നമ്പർ? 50. ഓക്കെ, അസ്മാൻ എത്രാം ക്ലാസ്സിലാ? ഹലോ, മിണ്ടുന്നില്ല. അസ്മാൻ പറഞ്ഞ നമ്പർ 50 50. ഓക്കെ, 50 ആണ് അസ്മാൻ പറഞ്ഞ നമ്പർ. സോ 50-ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, നോക്കട്ടെ 50-ൽ ഗോൾഡ് ഉണ്ടോ.
അയ്യോ, അസ്മാനും ഗോൾഡ് അടിച്ചിട്ടില്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചിലപ്പോൾ നെക്സ്റ്റ് കോളിലായിരിക്കില്ല, നെക്സ്റ്റ് എപ്പിസോഡിലായിരിക്കില്ല, മേ ബി വാട്സപ്പിലായിരിക്കാം ആ ലക്ക് ഇരിക്കുന്നത്. അതുകൊണ്ട് വാട്സപ്പിൽ അയക്കാൻ മറക്കരുത്. ഈ പങ്കെടുക്കുന്നവരെല്ലാവരും അയക്കണം, പങ്കെടുക്കാത്തവരും അയക്കണം. ഓക്കെ, നെക്സ്റ്റ് കോളിലോട്ട് പോകാം. ഹലോ, കട്ടായി പോയി, സാരമില്ല, ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കോൾസ് വരുമ്പോൾ കട്ടായി പോകുന്നതാണ്. ചിലത് നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റും, ചിലത് പെട്ടെന്ന് തന്നെ കട്ടായി പോകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പേരും നിങ്ങളുടെ നമ്പറും പറഞ്ഞു, അത് കഴിഞ്ഞ് എന്തും മതി, അത് കഴിഞ്ഞിട്ട് ഒരു ഹായ് പോലും മതി. ഓക്കെ, നിങ്ങളുടെ പേരും നിങ്ങളുടെ നമ്പറും, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പറും പറയുക. അത്രയും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഗോൾഡ് ഉണ്ടോ എന്ന് ഓപ്പൺ ആക്കി നോക്കാൻ പറ്റും. സോ ഈസി ആയിട്ട് പങ്കെടുക്കാവുന്ന ഒരു ഗെയിം ഷോ ആണ്. അപ്പോൾ വിളിക്കുക, നിങ്ങളൊരു നമ്പർ പറയുക, തുറന്ന് നോക്കുന്നു, സ്വർണ്ണം ഉണ്ടെങ്കിൽ തരുന്നു. അടുത്ത കോളറിലോട്ട് പോകാം. ഹലോ, ഹലോ, ഇതാരാണ്? ദേവികൃഷ്ണ. ദേവികൃഷ്ണ വീണ്ടും വിളിച്ചല്ലേ? ഏതാണ് നമ്പർ? പറട്ടെ. 59. ഓക്കെ, 5959 ആണ് ദേവികൃഷ്ണ പറഞ്ഞത്. ദേവികൃഷ്ണ ഇത്തവണ ഒരു പാട്ട് പാടി തരുമോ? കട്ടായി പോയി, പാട്ട് പാടാൻ പോയിട്ട്. എന്തായാലും ദേവികൃഷ്ണയുടെ സൗണ്ട് കുറച്ച് കേട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും വിളിച്ചിട്ടുണ്ട്. ദേവികൃഷ്ണ 59 ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം 59-ല് ഗോൾഡ് ഉണ്ടോ നോക്കട്ടെ. 59-ൽ ഗോൾഡ്, അയ്യോ ഇല്ല. സാരമില്ല കേട്ടോ, നമ്മൾ ഇന്ന് 2 തവണ ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ല അല്ലേ ദേവികൃഷ്ണ? സാരമില്ല, വിഷമിക്കണ്ട. മേ ബി നെക്സ്റ്റ് ഡേ അല്ലേ, നെക്സ്റ്റ് എപ്പിസോഡിൽ കിട്ടിയെന്ന് വരും. അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ട്രൈ ചെയ്താൽ ചിലപ്പോൾ വാട്സപ്പ് വഴിയും കിട്ടി എന്ന് വരും. ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, നമ്മുടെ ദേവികൃഷ്ണയ്ക്കും കൊടുക്കാൻ പറ്റിയില്ല. ഇനി കുറേ നമ്പേഴ്സ് ബാക്കിയുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇഷ്ടം പോലെ നമ്പേഴ്സും ബോക്സുകൾ ബാക്കിയുണ്ട്. അപ്പോൾ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ, ആരാണിത്? മോഹൻ റാവു. ആഹാ, ഏതാണ് നമ്പർ? 53. മോഹൻ റാവു എന്നല്ലേ പേര്? അതെ. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ? ഇത് പുന്നപ്പുറം അറവാണ്. ആഹാ, വീട്ടിലായിരിക്കും. ഓക്കെ, മോഹൻ റാവു 53 അല്ലേ പറഞ്ഞത്? അല്ലേ, 53 പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഗോൾഡ് ഉണ്ടോ എന്ന്. യെസ്, മോഹൻ റാവുവിന് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കിക്കളയാം. 53. ലെറ്റ്സ് ഓപ്പൺ. അയ്യോ ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് ഇത്തവണയും എഴുതിയിരിക്കുന്നത്. സാരമില്ല, ട്രൈ ചെയ്തുകൊണ്ട് ഇരിക്കുക. സ്വർണം കിട്ടിയെന്ന് വരും ഇന്നത്തെ ദിവസം തന്നെ. വേണമെങ്കിൽ വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ, വാട്സപ്പിൽ അയക്കേണ്ട നമ്പർ ഒന്നും കൂടെ പറയാം. 8086011443 എന്ന നമ്പറാണ്. പേര്, സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ. മറക്കരുത്, 12:45 വരെ മാത്രമേ വാട്സപ്പിൽ അയക്കാനുള്ള ഒരു സമയമുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അയക്കുക. അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ഹലോ, ഇതാരാണ്? ഗോപി. ഏതാണ് നമ്പർ? 52. ഓക്കെ, പൊൻകുന്നത്ത് വിളിക്കുന്നേ അല്ലേ? അതെ. എന്താ ചെയ്യുന്നേ? എനിക്ക് നാടൻ പണികളൊക്കെ. എന്താണ്? നാടൻ പണികളൊക്കെ, കൃഷിപ്പണികളൊക്കെ. കൃഷിപ്പണിയാണ് അല്ലേ? 52 അല്ലേ പറഞ്ഞത് ഗോപി? 52 ആണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഗോപി പറഞ്ഞ നമ്പർ. ഓക്കെ, ലെറ്റ്സ് സീ. ഗോപിക്ക് സ്വർണമുണ്ടോ? അയ്യോ ഇല്ല, 52-ലും ഗോൾഡ് ഇല്ല. തൊട്ട് മുന്നേ ഒരാൾ 53 പറഞ്ഞു, 52 പറഞ്ഞു. മുന്നിൽ ഏത് ബോക്സിലായിരിക്കും അല്ലേ ഗോൾഡ്? നമുക്ക് നോക്കാം അല്ലേ. എന്തായാലും ലക്കി ആയിട്ട് ആരൊക്കെയോ അവിടെ ഇരിപ്പുണ്ട്. അവരൊന്ന് വിളിച്ചാൽ മാത്രമേ ഈ ബോക്സ് ഓപ്പൺ ആകൂ. അതായത് അവർ പറയണം, അവർ മൊഴിയണമല്ലേ ആ നമ്പർ, എന്നാൽ മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റൂ. എനിക്ക് ഓടി ചെന്ന് എല്ലാം ഇങ്ങനെ ചെറുതായിട്ട് തുറന്ന് ഏതിലാന്ന് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കും പറ്റില്ല അങ്ങനെ നോക്കാൻ. അതുകൊണ്ട് ഒരു വഴിയില്ല, ക്ലൂ തരാനും ഒരു രക്ഷയുമില്ല. സോ ഏതിലൊക്കെയോ സ്വർണം ഇരിപ്പുണ്ട്. നിങ്ങൾ പെട്ടെന്ന് തന്നെ വിളിക്കുക. നമ്മുടെ അടുത്ത കോളറിലോട്ട് പോകാം. ഹലോ, ആരാണിത്? ഹലോ, അനിത. നമ്പർ 18. നമ്പർ 18. അടിപൊളി, ചേച്ചിയാണ് കറക്റ്റ് ആയിട്ട് ആ ഒരു റൂള് ഫോളോ ചെയ്തിരിക്കുന്നത്. നേരത്തെ വിളിച്ച ചേച്ചിയാണോ അനിത? കഴിഞ്ഞ തവണ ചേച്ചിക്ക് നമ്പർ പറയാൻ പറ്റിയോ? പറ്റിയില്ല. ദിസ് ടൈം ചേച്ചി റോക്സ്. എന്തായാലും ചേച്ചി പഠിച്ചു, ഇങ്ങനെ തന്നെ വേണം, കൃത്യമായിട്ട് പറയണം. 18 എന്തായാലും ഞാൻ ഇത്തവണ ഓപ്പൺ ചെയ്യും. ചേച്ചിയുടെ സ്ഥലം എവിടെയാണ്? നെയ്യാറ്റിൻകര. ഓക്കെ, വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടില് 2 മക്കള്, ഞാന്. ആഹാ, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? പുറത്തു പോകും. മക്കള് പഠിത്തങ്ങൾ കഴിഞ്ഞ്, മോൻ ജോലി നോക്കുന്നു, മോള് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആഹാ, ഓക്കെ. മോൾ എന്താ പഠിക്കുന്നേ? മോള് മെഡിക്കൽ കോഡിങ് കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ് മെഡിക്കൽ കോഡിങ്, പിന്നെ ടൈപ്പ്, കമ്പ്യൂട്ടർ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോ സ്റ്റെനോഗ്രാഫർ പഠിക്കുന്നു. ജോലി നോക്കുന്നുണ്ട് അല്ലേ പാരലി?
ഓക്കെ. അല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. മോൻ ജോലി നോക്കുന്നു. മോൻ ജോലി നോക്കുന്നു. ഓക്കെ ഓക്കെ. സൺഡേ ഫുഡൊക്കെ റെഡി ആയോ? ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. സോ നമുക്ക് നോക്കാം 18 ഗോൾഡ് ഉണ്ടോ നോക്കിക്കളയാം. ഓക്കെ. സോ യെസ് 18. ലെറ്റ്സ് സീ അനിത ചേച്ചിക്ക് ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല കേട്ടോ. സാരമില്ല ചേച്ചി, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, ഇന്നത്തെ ദിവസം എനിക്ക് പറയാനുള്ളത് ബി ലൈക്ക് അനിത ചേച്ചി. അനിത ചേച്ചി കറക്റ്റായിട്ട് പേര് പറഞ്ഞു, നമ്പർ പറഞ്ഞു. അങ്ങനെ ആയിരിക്കണം. നിങ്ങൾ കോൾ എടുത്തു കഴിഞ്ഞാൽ പേര് പറയാം, നമ്പർ പറയാം. ബാക്കി വിശേഷങ്ങൾക്ക് പിന്നെ. ഓക്കെ, സ്ഥലമൊക്കെ ഞാൻ ചോദിച്ചോളാം. എല്ലാ ആൾക്കാരും ഹലോ ഇന്ന സ്ഥലത്ത് നാട് എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ആദ്യം നിങ്ങളുടെ പേര്, പിന്നെ നമ്പർ. അത് കഴിഞ്ഞ് ബാക്കി നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. ഓക്കെ, അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. ആ, പേര് ആൽബിൻ. ആൽബിൻ, ഏതാ നമ്പർ? 12. ഓക്കെ, ആൽബിൻ എന്താ ചെയ്യുന്നേ? പ്ലസ് 1 പഠിക്കുന്നു. എവിടെയാണ് സ്ഥലം ആൽബിൻ? കോട്ട. എന്താണ്? ചാലക്കുടി. ഓക്കെ, +1 അല്ലേ പഠിക്കുന്നേ? ഓക്കെ, എങ്ങനെ പോകുന്നു ക്ലാസ് ഒക്കെ? ഓ, ക്ലാസ്സിലോട്ട് എത്തുന്നതിന് മുന്നേ കട്ടായി. പക്ഷെ 12 ആണ് പറഞ്ഞ നമ്പർ. നമുക്ക് നോക്കാം. 12 ആൽബിന് ഗോൾഡ് ഉണ്ടോ എന്ന്. ലെറ്റ്സ് സീ. ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ. സാരമില്ല, ആൽബിന് ഗോൾഡ് കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്ന് വേറെ ആർക്കൊക്കെയോ ആണ് ഗോൾഡ് കിട്ടാനിരിക്കുന്നത്. മേ ബി ആൽബിന് കിട്ടിയേക്കാം. വാട്സപ്പിൽ അയച്ചു നോക്കൂ. ആൽബിന് സ്റ്റിൽ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. സോ പെട്ടെന്ന് തന്നെ അയക്കുക. അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ളവരോട് നിങ്ങൾ കോൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണക്ട് ആയില്ലെങ്കിലും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇന്ന് കണക്ട് ആവും. അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. ആരാണിത്? സുരേഷൻ, ഏതാണ് നമ്പർ? 20. ഓക്കെ, 20 അല്ലേ? ഓക്കെ ഓക്കെ, നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ? കോഴിക്കോട്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? എന്താ ചെയ്യുന്ന സുരേഷൻ? ഓക്കെ, ഏതായിരുന്നു നമ്പർ? ഒന്നുകൂടെ പറയാ. 20. ഒന്നും കൂടെ പേര് പറഞ്ഞേ. ജെയ്സൺ. ഓക്കെ. യെസ്, അനിയന്റെ പേരെന്താണ്? ആഹാ, എന്താണ് ഇന്ന് സൺഡേ പരിപാടി? ഉറങ്ങിയിരിക്കുകയാണ് അല്ലേ? ഓക്കെ, 20 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, ലെറ്റ്സ് സീ. നോക്കട്ടെ, 20 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല കേട്ടോ. അവിടെ ഒരു ബഹളം കേൾക്കാലോ. സാരമില്ല, നല്ല ബഹളം ഉണ്ട് അവിടെ. കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയായിരിക്കും. എന്തായാലും സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. സോ എനിക്ക് ഇന്നോടൊപ്പം പറയാനുള്ളത്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലമൊക്കെ പറയണം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ വേറെ പറയാനുള്ളത്, നിങ്ങളുടെ ടിവിയുടെ വോളിയം കൂടെ കുറച്ച് വെക്കണം. കാര്യം നമുക്ക് എന്തായാലും സംസാരിക്കണ്ടേ അല്ലേ? എൻ്റെ സൗണ്ട് മാത്രം ഞാൻ അവിടെ നിന്ന് കേട്ടിട്ട് കാര്യമില്ലല്ലോ. തൊട്ട് മുന്നേ അതായിരുന്നു ഒരു പ്രശ്നം. ടിവിയുടെ വോളിയം എപ്പോഴും കുറച്ച് വെക്കണം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിളിക്കുക, നിങ്ങളുടെ നമ്പർ പറയുക. അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ഇതാരാണ്? ആരാണിത്? എന്റെ മോളാ വിളിച്ചത് കേട്ടോ. ആണോ? പേരെന്താണ്? ഹലോ, നമ്പർ പറയോ? ഏതാണ്? പെട്ടെന്ന് കട്ടായി. ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാമായിരുന്നു. നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പേര് പറയുക, നമ്പർ പറയുക, പിന്നെ എന്തും. ഓക്കെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് അമ്മയുടെ കൊടുത്തിട്ട് പോയി കണക്റ്റ് ആയപ്പോൾ അതാണ് സംഭവിച്ചത്. വീണ്ടും അമ്മ തിരിച്ചു കൊടുത്തു. ആ ഒരു ഇതിലായിപ്പോയി. വീണ്ടും ട്രൈ ചെയ്യണം കേട്ടോ സന. നേരത്തെ നമ്മുടെ ഒരു അനിത ചേച്ചി ഇവിടെ കട്ടായിട്ട് ചേച്ചി വീണ്ടും വിളിച്ചു, ട്രൈ ചെയ്തു. ഇതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് കോൾ ഇതുപോലെ കട്ടായിട്ടുണ്ട്, നമ്പർ പറയാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വിളിക്കുക, പറയുക, ഒപ്പം വാട്സപ്പിലും പങ്കെടുക്കുക. സോ സനയുടെ കോള് ഞാൻ വെയിറ്റ് ചെയ്യുന്നു, ഉടൻ തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, നിങ്ങൾ നമ്പർ പെട്ടെന്ന് തന്നെ പറയുക. അതിപ്പോൾ നിങ്ങൾ എങ്ങനെ പെട്ടെന്ന് പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വിളിക്കുന്നതിന് മുന്നേ ആ നമ്പർ ഒരെണ്ണം അങ്ങ് മനസ്സിൽ വെക്കുക, എന്നിട്ട് വിളിക്കൂ അല്ലേ? വിളിക്കുന്ന ആ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു നമ്പർ ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. ഫോൺ ചെയ്തിട്ട് ആലോചിക്കാൻ നിന്ന് കഴിഞ്ഞാലും ടൈം ഒരുപാട് പോവും, ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ട്രൈ ചെയ്യുക. കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ പേര്, നിങ്ങളുടെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്രയും അയക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും ചെറിയൊരു ബ്രേക്കിലോട്ട് പോയാലോ? ഇനി സ്വർണ്ണവർഷത്തിൽ ഷോർട്ട് ബ്രേക്ക്.
പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. വെൽക്കം ബാക്ക് ടു പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. അപ്പോൾ നമ്മുടെ സ്വർണ്ണവർഷത്തിൽ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും സ്വർണം കൊണ്ടുപോയിട്ടില്ല. സ്റ്റിൽ സ്വർണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒളിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ വിളിക്കുക, പങ്കെടുക്കുക, സ്വർണം നേടുക. അതിനോടൊപ്പം തന്നെ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഗോൾഡ് ഒന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഈ ഓർണമെൻറ്റ്സ് നല്ല ഡിസൈൻസ് ആണ്, അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. ഡയമണ്ട് ആണ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഈ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇയറിംഗ് ആണ്, എടുത്ത് പറയണം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഡിസൈൻ. എനിക്ക് മേ ബി ഈ ഡ്രസ്സിന് ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം. അതിനോടൊപ്പം തന്നെ ഈ ബാങ്കിളും ഒക്കെ നമ്മുടെ പോത്തീസ് സ്വർണ്ണമഹലിൽ നിന്നുള്ള ഓർണമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിനൊക്കെ പറ്റി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർണ്ണമഹലിൽ ഒരു ഓഫർ നടക്കുന്നുണ്ട്. ഓഫർ ഇതാണ്. ചിങ്ങമാസം ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഗോൾഡ് എടുക്കാനുള്ള ആഗ്രഹം വരും. നല്ല ഒരു ടൈമാണ്. അപ്പോൾ നമ്മൾ ഗോൾഡ് മാക്സിമം എടുക്കാറുണ്ട്. ഒരുപാട് എന്താ പറയുക ഒക്കേഷൻസ് വരാറുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഗോൾഡ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ചിങ്ങത്തിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ ബുക്ക് ചെയ്യാം. 1 പവന് 1000 റുപ്പീസ് വെച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഗോൾഡിൻ്റെ വില ഇങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ ആ ടൈമിൽ വില കൂടിയിട്ടുണ്ടെങ്കിലും ഈ ഒരു സമയത്തെ വിലയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറഞ്ഞ വിലയിലും വാങ്ങാൻ പറ്റും. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, ആരാണിത്? ശരണ്യ. ഏതാണ് നമ്പർ? 43. ശരണ്യ എന്നാണോ പേര്? അതെ. ഓക്കെ, എന്താ ചെയ്യുന്നത് ശരണ്യ? ഞാൻ ഹൗസ് വൈഫാ. ഹൗസ് വൈഫാണ്. വീട്ടിലായിരിക്കും ഉള്ളത്? ഹസ്ബൻഡും മക്കളും. മക്കളൊക്കെ എത്രയായി? ഒരാള് 2nd സ്റ്റാൻഡേർഡ്, ഒരാൾ UKG. രണ്ടുപേരുടെയും ബഹളം കേൾക്കാലോ അവിടെ. അതെ. എന്തൊക്കെയാണ് പേര്? അഥർവും ആത്മിക അല്ലേ? ഓക്കെ, നല്ല പേരാണ്. രണ്ടുപേരും എ വെച്ചാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അച്ഛന്റെ പേരെന്താണ്? രഞ്ജിത്ത്. ഓക്കെ, നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ഒന്നും വെച്ചില്ല, എ മതിന്ന് വെച്ചല്ലേ? അതെ. അതാകുമ്പോ റോൾ നമ്പറൊക്കെ ആദ്യം വരും. അതെ. നല്ല പണിയായിരുന്നു പിള്ളേർക്ക്, ആദ്യം വിളിക്കും എല്ലാത്തിനും. ഓക്കെ ശരണ്യ, 43 അല്ലേ നമ്പർ? ആ നമ്പർ ചൂസ് ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇല്ല, വെറുതെ ചൂസ് ചെയ്തതാണ്. നമുക്ക് നോക്കാം 43-ല് ഗോൾഡ് ഉണ്ടോന്ന്. ഓക്കെ, ലെറ്റ്സ് സീ. ശരണ്യക്ക് ഇന്ന് ഗോൾഡ് ഉണ്ടോ? 43 ഇല്ല, ഗോൾഡ് ഇല്ല കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, ശരണ്യക്ക് ഗോൾഡ് കിട്ടിയിട്ടില്ല. ശരണ്യ വാട്സപ്പിലും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നമ്പേഴ്സ് തുറക്കാനുണ്ട്. എന്നാൽ കുറേ നമ്പേഴ്സ് ഏകദേശം ഹാഫോളം നമ്മൾ ക്ലോസ് ചെയ്തു എന്ന് തോന്നുന്നു. ഹാഫ് ആയില്ലാന്ന് തോന്നുന്നു. അല്ല, ഹാഫോളം നമ്മൾ ക്ലോസ് ചെയ്തു, ഹാഫോളം ഓപ്പൺ ആക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. ഈ ഒരു ഭാഗത്തായിട്ട് കുറേ നമ്പേഴ്സ് ഓപ്പൺ ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ, ആരാണിത്? രാജേഷ്, ഏതാണ് നമ്പർ? 42. 42. യെസ്, ഓക്കെ. എന്താ ചെയ്യുന്നത് രാജേഷ്? ഞാൻ ഇന്റീരിയർ വർക്കറാണ്. ഇന്റീരിയർ ഡിസൈൻ വർക്ക് ചെയ്യും അല്ലേ? ഓക്കെ, വീട്ടിലാരൊക്കെയാ ഉള്ളത്? സാരല്ല, കോള് കട്ടായി പോയി. 42 ആണ് രാജേഷ് പറഞ്ഞത്. നമുക്ക് നോക്കാം 42-ല് ഗോൾഡ് ഉണ്ടോന്ന് നോക്കട്ടെ. ഗോൾഡ് ഉണ്ടോന്ന് നോക്കാം. ഓക്കെ, നോക്കട്ടെ. 42, കമോൺ. ഇല്ല, നെഹി, ഗോൾഡില്ല. 42-ലും ഗോൾഡില്ല. അപ്പോൾ ഇനി ഏതിലൊക്കെയാണ് വെച്ചിരിക്കുന്നത് അറിയാവോ? എനിക്കറിയില്ല. നിങ്ങൾ അത് പറഞ്ഞു തന്നാലേ തുറന്നു നോക്കി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. വിളിക്കുക, പങ്കെടുക്കുക. ഒറ്റ നമ്പർ പറഞ്ഞാൽ മതി. വാട്സപ്പിലും അയക്കാമായിരുന്നു ഇത്ര നേരം, പക്ഷേ വാട്സപ്പിൻ്റെ ടൈം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി വാട്സപ്പിൽ അയച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോളിലൂടെ മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് കോളിലോട്ട് പോകാം. ഹലോ, ആരാണിത്? ആഹാ, ഏതാണ് നമ്പർ ചേച്ചി? 58. ഓക്കെ ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ? ആഹാ, ഇന്ന് എന്താണ് സൺഡേ സ്പെഷ്യല് വീട്ടില്? ചോറായി. ചേച്ചി പറഞ്ഞ നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ.
58. 58, 58 അല്ലേ? ഓക്കെ, 58 അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിപ്പുണ്ട്. എന്തായാലും വിനോദ് ചേച്ചി പറഞ്ഞ 58 നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ലെറ്റ്സ് സീ. 58, 58. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ഇതുവരെ വിളിച്ച് ആർക്കും കിട്ടിയില്ല അല്ലേ? നമ്മുടെ വിന്നർ ലാസ്റ്റിലോട്ടാണ് വരാൻ പോകുന്നത് അല്ലേ? ഇതുവരെ ആരും വിൻ ചെയ്തിട്ടില്ല. സോ പെട്ടെന്ന് തന്നെ വിളിക്കുക, നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം ഈ തുറക്കാത്ത ബോക്സുകളിലൊക്കെയാണ് സ്വർണം ഇരിക്കുന്നത്. കമോൺ, പെട്ടെന്ന് വിളിക്കുക. വാട്സപ്പിൽ അയക്കേണ്ട, വാട്സപ്പിൻ്റെ ടൈം കഴിഞ്ഞു. ഇതുവരെ അയച്ചവർക്ക് ഉറപ്പായിട്ടും വിൻ ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോകാം. ഹലോ, ഹലോ, ആരാണിത്? ആരാണ്? ആലപ്പുഴയിൽ നിന്നാണ്. ആ, ഏതാണ് നമ്പർ? 28. പേരൊന്നും കൂടെ പറയോ? സജീർ, ആലപ്പുഴ. സജീർ അല്ലേ? സജീർ 28. ഓക്കെ, വീട്ടിലാരൊക്കെ ഉള്ളത് സജീർ? വീട്ടില് ഭാര്യ, ഉമ്മ, മക്കള്, 4 മക്കളുണ്ട്. 4 മക്കളുണ്ട്. ഓക്കെ, യെസ്, മക്കളുടെ പേരിലോട്ട് വരികയായിരുന്നു. പക്ഷെ സാരമില്ല, നമുക്ക് നമ്പർ ഇട്ടിട്ടുണ്ട് 28. 28ല് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സജീറിന് ഗോൾഡ് ഉണ്ടോ? സജീറിനും ഗോൾഡ് ഇല്ല. അപ്പൊ ആർക്കാണ് ഗോൾഡ്? ആർക്കാണെന്ന് അറിയില്ല, നമുക്ക് കാത്തിരിക്കാം അല്ലേ? ഇന്നത്തെ ലക്കി ആയിട്ടുള്ള ആളിങ്ങനെ ലാസ്റ്റിലോട്ട് വരാൻ വേണ്ടി ഇരിക്കുകയാണ്. സോ ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. പെട്ടെന്ന് വിളിക്കുക. അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ആരാണിത്? പേരെന്താണ്? രാജേഷ്. ഏതാണ് നമ്പർ? 11 ആണ്. രാജേഷ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം 11ല് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കട്ടെ. 11ൽ ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും നമുക്ക് ചേട്ടനോട് സംസാരിക്കാം. ഹലോ ചേട്ടാ. അടിപൊളി, സ്വർണ്ണം അടിച്ചല്ലോ. ആഹാ, സന്തോഷായോ? വീട്ടിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? എന്താ? ഹലോ, കേൾക്കുന്നുണ്ടോ? നിരഞ്ജന, നീരജ് മക്കളാണോ? ആഹാ, എല്ലാരും കണ്ടോ സ്വർണ്ണം അടിച്ചത്? കണ്ടു. ഇന്ന് അവർക്ക് ചെലവുണ്ടല്ലോ. രാജേഷ് എന്നല്ലേ ചേട്ടന്റെ പേര്? ഇന്ന് എന്താണ് അവർക്കുള്ള ചെലവ്? എന്താണ്? ഓക്കെ, അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. എല്ലാരും അന്വേഷിച്ചെന്ന് പറയണം. താങ്ക് യു സോ മച്ച്. ബൈ. അങ്ങനെ നമ്മുടെ വിന്നറിനെ നമുക്ക് കിട്ടിയല്ലേ? ഫസ്റ്റ് വിന്നറിനെ കിട്ടിയിരിക്കുകയാണ് ഇന്നത്തെ ദിവസം. ലാസ്റ്റിലോട്ടായി എങ്കിലും കിട്ടിയല്ലോ അല്ലേ? കോളിലൂടെ തന്നെ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം. ഇനി വാട്സപ്പിലൂടെയും വിന്നേഴ്സിനെ നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ഇനി അടുത്ത കോളർ ഇനി എന്താണ് പറയാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. കുറേ നമ്പേഴ്സ് ഓപ്പൺ ആക്കാനുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഒരു 30s അതുപോലെ 60s ഒക്കെയാണ് ഓപ്പൺ ആക്കാനുള്ളത്. അതുപോലെ തന്നെ 40s 20s ഉണ്ട്. കുറവ് ഫസ്റ്റ് ലെയറിലും ഈ വരുന്ന ഈ ഒരു 50s ഒക്കെയാണ് നമ്പർ കുറവുള്ളത്. അപ്പം നിങ്ങൾ ഒരു നമ്പർ പെട്ടെന്ന് തന്നെ ചൂസ് ചെയ്യുക. സോ നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ, ആരാണിത്? ഷംന. ഏതാണ് നമ്പർ ഷംന? 231 അല്ല, ചൂസ് ചെയ്യുന്ന നമ്പർ. ചൂസ് ചെയ്യുന്ന നമ്പർ ഏതാണ്? കട്ടായി പോയി. എനിക്കത് മോള് ട്രൈ ചെയ്തതാണ്. അപ്പോൾ മോൾക്ക് അത് പറയാൻ പറ്റിയില്ല. അച്ഛൻ കൺഫ്യൂസ്ഡ് ആയി. സാരമില്ല, വീണ്ടും ട്രൈ ചെയ്യുക, ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. കുറേ നമ്പേഴ്സ് പറയാനുണ്ട്, ഓപ്പൺ ആക്കാനുണ്ട്. അതിലെവിടേക്കോ ഗോൾഡ് ഇരിപ്പുണ്ട്. ഒരാൾക്ക് നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റി. രാജേഷിനാണ് കൊടുക്കാൻ പറ്റിയത് അല്ലേ? രാജേഷ് വിൻ ചെയ്തു. ഇതുപോലെ ഇനിയും വിന്നേഴ്സിനെ നമുക്ക് കിട്ടാനുണ്ട്. നിങ്ങൾ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. വാട്സപ്പിൻ്റെ ടൈം കഴിഞ്ഞു. വാട്സപ്പിൽ അയക്കേണ്ട, വിളിച്ചാൽ മാത്രം മതി. വിളിച്ച് പങ്കെടുക്കുക. ഉറപ്പായിട്ട് നിങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ കോൾ ഡ്രോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് കോൾ വരുന്നുണ്ട്. അപ്പോൾ പേര് പറയുക, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ പറയുക. തൊട്ട് മുന്നേ വിളിച്ച് മോക്ക് പങ്കെടുക്കാൻ പറ്റിയേനെ. പക്ഷേ നമ്പർ പറയുന്നതിന് മുന്നേ കട്ടായി പോയല്ലേ? അച്ഛൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി. അങ്ങനെ ടൈം പോയി. അപ്പോൾ വിളിച്ചാലുടൻ പേര്, നിങ്ങളുടെ സ്ഥലം സ്മാർട്ടായിട്ട് പറയുക. കാര്യം കഴിഞ്ഞു അല്ലേ? അപ്പോൾ അങ്ങനെ പറയുക. ഒട്ടും തന്നെ ലേറ്റ് ആകരുത്. നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ, ആരാണിത്? കോഴിക്കോട് ജിജിനാണ്. ജിജിൻ, ഏതാണ് നമ്പർ? നമ്പർ 37. ഓക്കെ, ജിജിൻ ടി വിയിൽ ശ്രദ്ധിക്കേണ്ട വന്നില്ല, അതിന് മുന്നേ കട്ടായി പോയി. എന്തായാലും സാരമില്ല. ജിജിൻ 37 പറഞ്ഞിട്ടുണ്ട്. 37ല് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, 37 ഗോൾഡ് ഉണ്ടോ?
അയ്യോ ഗോൾഡ് ഇല്ല കേട്ടോ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് ടൈം ലക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കീപ്പ് ഓൺ ട്രൈയിങ്. ഇന്നത്തെ ദിവസം ആകണമെന്നില്ല, നെക്സ്റ്റ് സൺഡേ ആയിരിക്കും ലക്ക് ഒളിഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മുടെ കോളിങ്ങിൻ്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി വിളിക്കാൻ പറ്റുന്നത് നെക്സ്റ്റ് സൺഡേ ആണ്. പക്ഷേ നമ്മുടെ വാട്സപ്പ് വിന്നറിനെ അനൗൺസ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ് അല്ലേ. സോ യെസ്, ആദ്യത്തെ വാട്സപ്പ് വിന്നർ ആകാശ് പൊൻകുന്നം ആണ്. 47. ആകാശ് പൊൻകുന്നം പറഞ്ഞിരിക്കുന്ന നമ്പർ 47 ആണ്. ലെറ്റ്സ് സീ ആകാശിന് ഗോൾഡ് ഉണ്ടോ എന്ന്. ഓക്കെ, 47 ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ആകാശ് സ്ഥിരമായിട്ട് നമ്മളെ വിളിക്കുന്ന ആളാണ്. എനിക്കൊന്ന് സ്വർണം പക്ഷേ വാട്സപ്പിലൂടെയാണ് വിൻ ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് പാട്ടൊക്കെ പാടി തരുന്നതാണ് ആകാശ് പൊൻകുന്നം. സോ കൺഗ്രാറ്റുലേഷൻസ്, സ്വർണം നേടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാട്സപ്പ് വിന്നറേ ഉള്ളൂ, ഒരു വാട്സപ്പ് വിന്നറേ ഇന്നുള്ളൂ. അങ്ങനെ ടോട്ടൽ 2 പേരാണ് വിൻ ചെയ്തിരിക്കുന്നത്. ഒരാൾ കോളിലൂടെയും ഒരാൾ വാട്സപ്പിലൂടെയും. അപ്പോൾ 2 പേർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഹാപ്പി ആയി എന്ന് വിചാരിക്കുന്നു. സോ പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൽ മറ്റൊരു ഓഫർ കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതായത് നിങ്ങൾക്ക് ഈ ഫ്ലോറിൽ വന്ന് നിന്ന് ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള അവസരം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്തീസ് സ്വർണ്ണമഹലിൽ പോവുക, അവിടെയുള്ള ഓർണമെൻറ്റ്സ് അണിഞ്ഞിട്ട് ഒരു റീൽ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ, അതായത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. അതിന് മാക്സിമം ലൈക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈക്കുള്ള ആൾക്കാർക്കാണ് ഇവിടെ വരാൻ പറ്റുന്നത്. അതായത് വീക്ക്ലി ഒരു വിന്നറിനെ തിരഞ്ഞെടുത്ത് ഈ ഫ്ലോറിൽ കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോക്സ് ലൈവായി ഓപ്പൺ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എന്തായാലും ട്രൈ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ. ദിസ് ഈസ് ശിൽപ സൈനിങ് ഓഫ്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.